നമസ്കാരം. അതിശക്തമായ ആക്രമണത്തിൽ അമേരിക്ക തകർത്ത അതീവ പ്രാധാന്യമുള്ള മഷ്ഹദ് റെയിൽവേ പാതയിലെ ഒരു ലൈൻ വെറും 13 മണിക്കൂർ കൊണ്ട് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇറാൻ. വ്യാഴാഴ്ച പുലർച്ചെ അമേരിക്കൻ സൈന്യം നടത്തിയ ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ ഗുലിസ്ഥാൻ പ്രവിശ്യയിലെ 2 പ്രധാന മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലമാണ് തകർന്നടിഞ്ഞത്. പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് മഷ്ഹദിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ അതിവേഗം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഇറാൻ അധികൃതർ മഷ്ഹദിൽ ലൈനുകളിലൊന്ന് പ്രവർത്തന സജ്ജമാക്കുകയും 2ാം ലൈൻ കൂടി ഉടൻ തന്നെ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. 2ാമത്തെ ലൈൻ കൂടി തുറക്കുന്നതോടെ പ്രദേശത്തെ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സാധാരണ നിലയിലാകും. ഇറാനിൽ പാലങ്ങളും റെയിൽവേ ട്രാക്കുകളും ചബഹർ തുറമുഖത്തെയും കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലാണ് അമേരിക്ക അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഏപ്രിൽ 8 വെടിനിർത്തലിനു ശേഷം ആദ്യമായാണ് സിവിലിയൻ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം. 90 കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആക്രമണങ്ങളിൽ ഇറാനിൽ 14 പേർക്ക് ജീവൻ നഷ്ടമായി. കുവൈറ്റിലെ അരിഫ് ജാൻ, അലി അൽ സാലിം എയർബേസ്, പേട്രിയറ്റ് മിസൈൽ സംവിധാനം എന്നിവയിലേക്ക് ഇറാൻ തിരിച്ചടിച്ചു. ബഹ്റൈൻ ജുഫൈർ, ഷേഖ് ഈസ താവളങ്ങളിലേക്കും അമേരിക്കൻ ഇന്ധന ഡിപ്പോകളിലേക്കും ഖത്തറിലെ സാറ്റലൈറ്റ് ആന്റിന സംവിധാനത്തിലും ആക്രമണം നടത്തി. ആണവായുധം ഉണ്ടാക്കില്ല എന്ന നിലപാട് ആവശ്യമെങ്കിലും മാറ്റങ്ങൾ ആലോചിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. ഏതായാലും അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം സംസ്കാരത്തിനായി മഷ്ഹദിൽ എത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ അന്തിമ ഘട്ടത്തിലാണ്. സുരക്ഷയ്ക്കായി പോർ വിമാനങ്ങൾ സജ്ജമാക്കിയാണ് പരമോന്നത നേതാവിനെ ഇറാൻ വിടയേകാനായി സജ്ജമാക്കിയിരിക്കുന്നത്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം പോർ വിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് മഷ്ഹദിൽ എത്തിച്ചത്. ഖമേനിയുടെ ശവമഞ്ചം വഹിച്ചെത്തിയ വിമാനത്തിന് അകമ്പടിയായി യുദ്ധവിമാനം എത്തുമെന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഫെബ്രുവരി 28 നടന്ന US ഇസ്രയേൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ട ഖമേനിയുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യം വിട നൽകും. എന്തായാലും പുണ്യനഗരങ്ങളായ നജാഫിലും ഖർബയിലും ശവസംസ്കാര ചടങ്ങുകൾക്കായി ജനസമുദ്രമാണ് ഒത്തുകൂടിയത്.